നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. നന്ദിപുരം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരവും വഴിപാട് കൗണ്ടറും കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണത്തിന് തുടക്കമായി. 2025 സെപ്റ്റംബറോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷ. മാന്നാമംഗലത്ത് കാട്ടുപന്നിയെ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കടിപ്പിച്ചു കൊന്ന് വിൽപ്പന നടത്തിയ സഹോദരങ്ങൾ വനം വകുപ്പിന്റെ പിടിയിൽ. അസം സ്വദേശി പിടിയിൽ. ഉള്ളൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഹെറോയിനുമായി അസം സ്വദേശി പിടിയിൽ. അസം നാഗോൺ സ്വദേശി 33 വയസ്സുള്ള അനാറുൽ ഹക്ക് ആണ് പിടിയിലായത്. അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് NSS വിദ്യാർത്ഥികൾ കേരള സർക്കാരിന്റെ ശുചിത്വ മിഷൻ ഭാഗമായി പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റലും പരിസരവും വൃത്തിയാക്കി. മൂലംകൂടം SNV UP സ്കൂളിൽ വിദ്യാർത്ഥികളുടെ വായനാവാര പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മിച്ച ഭീമൻ മാഗസിൻ സ്വർഗവസന്തം ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. നന്ദിപുരം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. വെള്ളിയാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. നടപ്പുരയിലുള്ള ഭണ്ഡാരവും ക്ഷേത്രത്തിനകത്തുള്ള ഭണ്ഡാരവും വഴിപാട് കൗണ്ടറും കുത്തിത്തുറന്നിട്ടുണ്ട്. കൗണ്ടറിലുള്ള നാണയങ്ങളും ഭണ്ഡാരത്തിലെ പണവും നഷ്ടപ്പെട്ടു. ശനിയാഴ്ച പുലർച്ചെ 5:30 ക്ഷേത്രം തുറക്കാനായി ചെന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. വഴിപാട് കൗണ്ടറിനകത്തെ അലമാരിയിൽ നിന്നും 4500 രൂപയടക്കം ഏകദേശം 10,000 രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തുള്ള ഗ്രിൽ വാതിലിൻ്റെ പൂട്ട് അടിച്ചു തകർത്തുകൊണ്ടാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിരിക്കുന്നത്. 2 ആഴ്ചയ്ക്ക് മുൻപാണ് ക്ഷേത്രം അധികൃതർ ഭണ്ഡാരം തുറന്ന് പണം എടുത്തിരുന്നത്. വിവരമറിയിച്ചതിനെ തുടർന്ന് വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണത്തിന് തുടക്കമായി. 2025 സെപ്റ്റംബറോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. ദേശീയപാത 544 അപകടങ്ങളുടെ ആധിക്യം നിമിത്തം ബ്ലാക്ക് സ്പോട്ടായി മാറിയ ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ അടിപ്പാത വരും എന്ന പ്രഖ്യാപനം വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ്. ഇപ്പോൾ ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. വശങ്ങളിലെ കയ്യേറ്റങ്ങൾ ഒഴിവാക്കി കാനകൾ കുറ്റമറ്റതാക്കി അപ്രോച്ച് റോഡുകൾ വീതി കൂട്ടി വാഹനങ്ങൾ കടത്തിവിടുന്നതിന് സജ്ജമാക്കിയതിനു ശേഷം അടിപ്പാത നിർമ്മാണം ആരംഭിക്കും. ദേശീയപാത 544 11 ഇടങ്ങളിൽ അടിപ്പാതകൾ നിർമ്മിക്കുന്നതിന് 383 കോടിയാണ് അനുവദിച്ചിരിക്കുന്നത്. മണ്ണുത്തിക്കടുത്ത് മുടിക്കോട് അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുകയാണ്. ആമ്പല്ലൂരിൽ 2025 സെപ്റ്റംബറോടെ അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ 6.5 മീറ്റർ സർവീസ് റോഡ് ഉണ്ടായിരിക്കും. വരന്തരപ്പള്ളി ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ എറണാകുളം ഭാഗത്തേക്കും തൃശൂർ ഭാഗത്തേക്കും അപ്രോച്ച് റോഡുകൾ വഴി ദേശീയപാതയിലേക്ക് പ്രവേശിക്കണം. അടിപ്പാത നിർമ്മാണം പൂർത്തിയായാൽ സിഗ്നൽ കാത്തുനിൽക്കാതെ വാഹനങ്ങൾക്ക് ഇരുദിശകളിലേക്കും കടന്നുപോകാൻ കഴിയും. ഇരുദിശകളിലേക്കും 3 വീതം വരികളുള്ള രീതിയിൽ 6 വരിയായിട്ടായിരിക്കും അടിപ്പാത നിർമ്മിക്കുക. ദേശീയപാത 544 11 അടിപ്പാത നിർമ്മിക്കുന്നത് ഒരേ കരാർ കമ്പനി തന്നെയാണ്. പുതുക്കാടും ആമ്പല്ലൂരിലും അപകടങ്ങൾ കുറയ്ക്കുന്നതിനു വേണ്ടിയുള്ള ആവശ്യമുയർന്നിട്ട് നാളുകളേറെയായെങ്കിലും ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്നത് ആശ്വാസമാവുകയാണ്. മാന്നാമംഗലത്ത് കാട്ടുപന്നിയെ വൈദ്യുത ലൈനിൽ നിന്നും ഷോക്കടിപ്പിച്ചു കൊന്ന് വിൽപ്പന നടത്തിയ സഹോദരങ്ങൾ വനം വകുപ്പിന്റെ പിടിയിൽ. കണ്ണാറ മാരക്കൽ സ്വദേശികളായ ബേബി, സഹോദരൻ കുര്യാക്കോസ് എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ കണ്ണാറ ഭാഗത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വൈദ്യുത കെണി നിർമ്മിച്ച് കാട്ടുപന്നിയെ പിടികൂടി ഇറച്ചിയാക്കി വിൽപ്പന നടത്തുകയായിരുന്നു. പ്രതികളിൽ ഒരാളായ ബേബി 2012 നെല്ലിയാമ്പതി വനത്തിൽ വെച്ച് കരടിയെ വേട്ടയാടി പിടിച്ചതിനും 2021 അബ്കാരി കേസിലും അറസ്റ്റിലായിട്ടുണ്ട്. മാന്നാമംഗലം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് പ്രതികളെ പിടികൂടിയത്. അസം സ്വദേശി പിടിയിൽ. ഉള്ളൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഹെറോയിനുമായി അസം സ്വദേശി പിടിയിൽ. അസം നാഗോൺ സ്വദേശി 33 വയസ്സുള്ള അനാറുൽ ഹക്കാണ് പിടിയിലായത്. ചെറിയ 20 ബോട്ടിലുകളിലായി കൊണ്ടുവന്ന 2 ഗ്രാം ഹെറോയിൻ ഇയാളിൽ നിന്നും കണ്ടെടുത്തു.
ഓല്ലൂർ പോലീസും തൃശൂർ സിറ്റി പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഓല്ലൂർ പ്രിൻസിപ്പൽ SI KC ബൈജുവും തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് NSS വിദ്യാർത്ഥികൾ കേരള സർക്കാരിന്റെ ശുചിത്വ മിഷൻ ഭാഗമായി പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റലും പരിസരവും വൃത്തിയാക്കി. പ്രധാന അധ്യാപകൻ NJ സാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. NSS കോർഡിനേറ്റേഴ്സ് ജോഷി ആൻഡ്രിസൺ, മിബി തോമസ് എന്നിവർ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ഹോസ്പിറ്റലിന് മുൻവശത്തുള്ള ബസ് സ്റ്റോപ്പും പരിസരവും വിദ്യാർത്ഥികൾ വൃത്തിയാക്കി. ഹോസ്പിറ്റൽ നഴ്സ് സൂപ്രണ്ട് ഷൈനി ജോസഫ്, സിന്ധു എന്നിവർ പ്രസംഗിച്ചു. എല്ലാ കൊല്ലവും ഇതുപോലെ തന്നെ ത്യാഗരാജ പോളിടെക്നിക് കോളേജിലെ NSS സ്റ്റുഡൻസ് ഇവിടെ വന്ന് ചെറിയ സർവീസൊക്കെ നടത്താറുണ്ട്. ഞങ്ങളിത് സർവീസ് നടത്തുന്നത് ഈ കുട്ടികളിൽ ഇങ്ങനെ ഒരു സാമൂഹിക ബോധം, ഒരു പരിശീലനം നൽകുക എന്നുള്ളതിന്റെ ഭാഗമായി കൂടി ആയിട്ടാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മൂലംകുടം SNV UP സ്കൂളിൽ വിദ്യാർത്ഥികളുടെ വായനാവാര പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മിച്ച ഭീമൻ മാഗസിൻ സർഗവസന്തം ശ്രദ്ധേയമായി. വായന മാസാചരണ സമാപനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ എഴുത്തുകാരിയും അധ്യാപികയുമായ രാജ്കുമാരി വിനോദ് പുസ്തകം പ്രകാശനം ചെയ്തു. വായനവാര പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന മത്സരങ്ങളുടെ സമ്മാനദാനവും രാജ്കുമാരി വിനോദ് നിർവഹിച്ചു. MPTA അംഗം ആതിര രതീഷ്, സീനിയർ അധ്യാപിക CR സിനി, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ TR രജി, അധ്യാപക പ്രതിനിധി CV സ്മിത, വിദ്യാരംഗം കലാസാഹിത്യവേദി വിദ്യാർത്ഥി കൺവീനർ KA മീനാക്ഷി എന്നിവർ പ്രസംഗിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കറിയാം വായന മാസാചരണം അവസാനിക്കുന്ന ദിവസമാണിന്ന്. നിങ്ങളെ കുറിച്ച് കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ചോദിക്കേണ്ട എങ്കിലും അറിയാലോ. PN പണിക്കരെ എല്ലാവർക്കും അറിയില്ലേ? ആമ്പല്ലൂർ കല്ലൂർ പാടം വഴിയിൽ 100 കണക്കിന് ഒഴിഞ്ഞ ഇഞ്ചക്ഷൻ കുപ്പികൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഇവയെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വിൽപ്പന നടത്താൻ പാടില്ലാത്ത മരുന്നുകളുടെ ഇത്രയും കുപ്പികൾ ഇവിടെ ഉപേക്ഷിച്ചത് ദുരൂഹമാണെന്നാണ് ആരോപണം. ലഹരിക്കായി ചിലർ ഈ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ടെന്നും ഉപയോഗശേഷം കാലിക്കുപ്പികൾ ഉപേക്ഷിച്ചതാകാമെന്നും പറയുന്നു. സംഭവം അളഗപ്പനഗർ പഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും എക്സൈസിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും നാട്ടുകാർ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാവിനും സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി രൂപീകരിച്ച് മൂലംകുടം SNV UP സ്കൂൾ PTA കമ്മിറ്റി. സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ടാണ് ഇൻഷുറൻസ് പരിരക്ഷയുടെ പദ്ധതി ആരംഭിച്ചത്. ഇൻഷുറൻസിന്റെ ബോണ്ട് PTA പ്രസിഡന്റ് MA അനീഷ് പ്രധാന അധ്യാപിക P പ്രീതയ്ക്ക് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ പരാതി അദാലത്ത് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടും പരിഹാരം കാണാത്ത അടിയന്തര സ്വഭാവമുള്ള 9 പരാതികളാണ് അദാലത്തിൽ പരിഹരിച്ചത്. മറ്റു പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കപ്പെടുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പഞ്ചായത്ത് ഓഫീസിൽ ലഭിക്കുന്ന പരാതികൾ കാലതാമസം കൂടാതെ തീർപ്പാക്കുന്നതിന് പരാതി പരിഹാര കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അദാലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ NM പുഷ്പാകരൻ, പഞ്ചായത്ത് അംഗങ്ങളായ രാധാ വിശ്വംഭരൻ, നന്ദിനി സതീശൻ, പരാതി പരിഹാര കമ്മിറ്റി അംഗങ്ങളായ TR ലാലു, KS ജോൺസൺ, രാംദാസ് വൈലൂർ, ജൂനിയർ സൂപ്രണ്ട് TA ഖാലിദ്, സീനിയർ ക്ലർക്ക് VC ബിന്ദു, നിഷ മോഹൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ തൻവീർ സലാം എന്നിവർ സന്നിഹിതരായി. തട്ടുകടയുടെ മറവിൽ ഡേ നൈറ്റ് ലഹരി കച്ചവടം. തട്ടുകട നടത്തിപ്പുകാരെ പോലീസ് പൊക്കി. ദേശീയപാതയിലെ പുതുക്കാട് ജംഗ്ഷനിൽ രാത്രിയും പകലും പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ നിന്നും വൻതോതിൽ നിരോധിത ലഹരി വസ്തുക്കൾ പുതുക്കാട് പോലീസ് പിടികൂടി. തട്ടുകട നടത്തിപ്പുകാരനായ പറപ്പൂക്കര ചാട്ടുപറമ്പിൽ രാജൻ, ലഹരി വിൽപ്പനയ്ക്ക് സഹായിയായിരുന്ന കൊടകര വഴിയമ്പലം കാവുങ്ങൽ സൈജോ എന്നിവരെ പോലീസ് പിടികൂടി. കടയിൽ നിന്ന് 23 കഞ്ചാവ് മിഠായി, 658 പാക്കറ്റ് നിരോധിത പുകയില പാക്കറ്റ്, 2 പാക്കറ്റ് പാൻ മസാല, 100 പാക്കറ്റ് വ്യാജ സിഗരറ്റ് എന്നിവ പിടികൂടി. ഇവർ അമിത ലാഭത്തിനായി കഞ്ചാവ് മിഠായിയും നിരോധിത ലഹരി വസ്തുക്കളും വിദ്യാർത്ഥികൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും വിൽപ്പന നടത്തുന്നതായി രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കടയിൽ പരിശോധന നടത്തിയത്. വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലാണ് പോലീസ് കടയിൽ റെയ്ഡ് നടത്തിയത്. പുതുക്കാട് SHO V സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ
SI N പ്രദീപ്, CPOമാരായ VD അജി, KR സജീവ്, MP പ്രശാന്ത്, CPO NV ശ്രീജിത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേഡ് SI KK വിശ്വനാഥൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വരന്തരപ്പള്ളി CJM HS സ്കൂൾ അമേച്ചർ ടഗ് ഓഫ് വാർ അസോസിയേഷൻ തൃശൂരിൽ നടത്തിയ മത്സരത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അണ്ടർ 13 ഒന്നാം സ്ഥാനവും 2ാം സ്ഥാനവും, അണ്ടർ 15 വിഭാഗത്തിൽ 1ാം സ്ഥാനവും 3ാം സ്ഥാനവും, അണ്ടർ 17 വിഭാഗത്തിൽ 1ാം സ്ഥാനവും, അണ്ടർ 19 വിഭാഗത്തിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അണ്ടർ 17 1ാം സ്ഥാനവും കരസ്ഥമാക്കി. കായികാധ്യാപകൻ അജോ ജോസഫാണ് CJM HSS വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയത്. വിദ്യാർത്ഥികളെ പ്രധാന അധ്യാപകൻ ജോവൽ വി ജോസഫ് അഭിനന്ദിച്ചു. കൊരട്ടി AMHS സ്കൂളാണ് 2ാം സ്ഥാനം നേടിയത്. വാശിയേറിയ ഒരു മത്സരത്തിനായിട്ട് ഇറങ്ങാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. വിസിലടിച്ചാൽ മതി അല്ലെ? ജയിക്കുന്നവർ പുറകോട്ട് വീഴുന്ന ഒരേ ഒരു മത്സരം ഇത് മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റു മത്സരങ്ങളൊക്കെ നമ്മൾ പല രീതിയിലും ആഘോഷിക്കാൻ പറ്റും. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും നടക്കും. ക്ഷേത്രം തന്ത്രി അടകത്ത് മനക്കൽ ശ്രീജേഷ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും ഗണപതി ഹോമം, ത്രികാല പൂജ, ഭഗവതി സേവ എന്നിവ ഉണ്ടായിരിക്കും. ഓഗസ്റ്റ് 3 രാവിലെ 5:15 മുതൽ കർക്കടവാവു ബലിയും മഹാതിലഹോമവും നടത്തും. കാലാവസ്ഥ: കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 6780 രൂപയും പവന് 54,240 രൂപയും രേഖപ്പെടുത്തി. കോടാലി ചെട്ടിച്ചാൽ പരേതനായ മാനിങ്ങര മാധവൻ ഭാര്യ കല്യാണി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. വേലായുധൻ, പരേതരായ ശിവരാമൻ, തങ്കമണി എന്നിവർ സഹോദരങ്ങളാണ്. പുതുക്കാട് ചിറ്റ്ലപ്പള്ളി കുന്നൻ തോമസ് അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. നന്ദിപുരം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരവും വഴിപാട് കൗണ്ടറും കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണത്തിന് തുടക്കമായി. 2025 സെപ്റ്റംബറോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷ. മാന്നാമംഗലത്ത് കാട്ടുപന്നിയെ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കടിപ്പിച്ചു കൊന്ന് വിൽപ്പന നടത്തിയ സഹോദരങ്ങൾ വനം വകുപ്പിന്റെ പിടിയിൽ. അസം സ്വദേശി പിടിയിൽ. ഉള്ളൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഹെറോയിനുമായി അസം സ്വദേശി പിടിയിൽ. അസം നാഗോൺ സ്വദേശി 33 വയസ്സുള്ള അനാറുൽ ഹക്ക് ആണ് പിടിയിലായത്. അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് NSS വിദ്യാർത്ഥികൾ കേരള സർക്കാരിന്റെ ശുചിത്വ മിഷൻ ഭാഗമായി പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റലും പരിസരവും വൃത്തിയാക്കി. മൂലംകൂടം SNV UP സ്കൂളിൽ വിദ്യാർത്ഥികളുടെ വായനാവാര പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മിച്ച ഭീമൻ മാഗസിൻ സ്വർഗവസന്തം ശ്രദ്ധേയമായി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.